أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولم يكن له كفوا أحد السلام عليكم ورحمة الله وبركاته. സൂറ ഇഖ്ലാസിലെ അവസാനത്തെ ആയത്താണ് ഓതിയത്. അർത്ഥം: അവന് സമനായി ആരും തന്നെ ഇല്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു, മറ്റ് പല മുഫസ്സിരീങ്ങളും ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത്, ഈ ആയത്ത് മുകളിലുള്ള ആയത്തിൻ്റെ അതേ വിഷയം ആവർത്തിക്കുകയാണ് ചെയ്തത്, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ ആയത്തിൽ വിവരിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് സാനി പറയുന്നു, ഇത് തികച്ചും തെറ്റാണ്. ഈ ആയത്തിലെ വിഷയം വെറും ഒരു ആവർത്തനമല്ല, മറിച്ച് ലം യലിദ് വലം യൂലദ് എന്നതിനുള്ള തെളിവാണ്. ഹുസൂർ വിവരിക്കുന്നു, ലം യലിദ് വലം യൂലദ് എന്ന് പറയുമ്പോൾ, അതായത് അള്ളാഹു ആരാലും സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവനിൽ നിന്ന് ആരും ഉണ്ടാകുന്നതുമല്ല എന്ന് പറയുമ്പോൾ ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം ഉന്നയിക്കുന്നത്, അഥവാ അവൻ ആരാലും സൃഷ്ടിക്കപ്പെട്ടവനും അവനിൽ നിന്ന് ആരും ഉണ്ടാവുന്നില്ലെങ്കിൽ അവനെപ്പോലെ മറ്റൊരാൾ ഉണ്ടോ എന്നാണ്. ഈ ചോദ്യത്തിന് ഉത്തരമായി അള്ളാഹു പറയുന്നു, ലം യകുല്ലഹു കുഫുവൻ അഹദ്, അതായത് അവനെപ്പോലെ ആരുമില്ല, അവന് കഫുവായി, അവന് സമനായി ആരും തന്നെ ഇല്ല. അവൻ ലം യലിദ് വലം യൂലദ് ആണെങ്കിലും അവന് സമനായി ആരും തന്നെ ഇല്ല. ഇനിയിപ്പോൾ അവന് സമനായി ആരും ഇല്ല എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത്, അതിന് തെളിവെന്താ എന്നാണ്. ഈ ചോദ്യത്തിന് മറുപടിയായി അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നു, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദത. അംബിയ 23. അതായത് അഥവാ രണ്ട് ഒരുപോലത്തെ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത, അവർ തമ്മിൽ ഫസാദ്, കുഴപ്പങ്ങൾ ഉണ്ടാവുമായിരുന്നു. കാരണം രണ്ട് അസ്തിത്വമെന്നാൽ രണ്ട് വ്യത്യസ്ത പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത പോളിസീസ് ഉണ്ടാവുമായിരുന്നു. രണ്ട് ദൈവങ്ങളും ഈ ദുനിയാവിൽ രണ്ട് തരത്തിലുള്ള സ്കീമുകൾ ചലിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ദുനിയാവിലെ ഒരു ഭാഗം ഒരു വശത്തേക്കും മറ്റൊന്ന് മറ്റൊരിടത്തേക്കും പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. മൊത്തം ദുനിയാവിൽ ഒരേ ഒരു നിയമമാണ് കാണാൻ സാധിക്കുന്നത്. സൂര്യൻ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നുവോ, ഭൂമിയും ചന്ദ്രനും മനുഷ്യരും മറ്റെല്ലാവർക്കും അതേ നിയമമാണ്. അതായത് ഈ യൂണിവേഴ്സിൽ ഒരേ ഒരു ലോ ഓഫ് നേച്ചറാണ് കാണാൻ സാധിക്കുന്നത്. അതിനർത്ഥം ഇതിനെയെല്ലാം ഒരേ ഒരു അസ്തിത്വമാണ് ചലിപ്പിക്കുന്നത്. തഫ്സീറിൻ്റെ അവസാനം ഹുസൂർ ഒരു കാര്യം കൂടി വിവരിക്കുന്നു. ഹുസൂർ പറയുന്നു, ഈ സൂറത്ത് നിരീശ്വരത്വം, തസ്ലീസ്, അതായത് മൂന്ന് ദൈവം പോലുള്ള ഭയാനകമായ സിദ്ധാന്തങ്ങളെ തള്ളിക്കൊണ്ട് ദൈവത്തിൻ്റെ ഏകത്വത്തെ വാഴ്ത്തിക്കൊണ്ട് അതിനെ തെളിയിച്ചുകൊണ്ട് മൊത്തം മനുഷ്യകുലത്തെ ഒരു സിദ്ധാന്തത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് ലോകം അള്ളാഹുവിനെ പല നാമത്തിലാണ് വിളിച്ചിരുന്നത്. ചിലർ അവനെ ഗോഡ് എന്ന് വിളിച്ചിരുന്നു, ചിലർ പരമേശ്വരൻ എന്നും, ചിലർ യസ്ദാൻ എന്നും അലൂഹീം എന്നും വിളിച്ചിരുന്നു. മനുഷ്യർ തങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് മനസ്സിലാക്കിയിരുന്നത്, ഇന്ന ദൈവം ഹിന്ദുക്കളുടേതും ഇന്ന ദൈവം ക്രൈസ്തവരുടേതും ഇന്ന ദൈവം യഹൂദികളുടേതുമാണ് എന്നായിരുന്നു. അങ്ങനെ അള്ളാഹു അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ മുഴുവൻ മനുഷ്യകുലത്തിന് തൻ്റെ അസ്തിത്വത്തിൻ്റെ നാമം അള്ളാഹു ആണ് എന്ന് പഠിപ്പിച്ച്
ലോകത്തിന് മുന്നിൽ വിവരിക്കുകയുണ്ടായി. ഈ ഗോഡും അലൂഹീമും യസ്ദാനും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ തന്നെ പേരാണ്. വ്യത്യസ്ത കൗമുകൾക്ക് വ്യത്യസ്ത ദൈവമില്ല, മറിച്ച് അവൻ അള്ളാഹു ഏകനാകുന്നു. നിങ്ങൾ ആരായാലും, അതായത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രൈസ്തവനായാലും യഹൂദിയായാലും നിരീശ്വരത്വ സിദ്ധാന്തം പിന്തുടരുന്ന ഒരാളായാലും നിങ്ങളുടെ സൃഷ്ടികർത്താവ് ഏകനാകുന്നു. ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടാവ് അവൻ അള്ളാഹു ഏകനാകുന്നു. അവൻ റബ്ബുൽ ആലമീനാകുന്നു. അടുത്ത സൂറത്തിൻ്റെ തഫ്സീർ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വിവരിക്കുന്നതാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.